ഹലോ ഫ്രണ്ട്സ്, ഇതൊരു പ്രസ്റ്റീജിൻ്റെ ഇൻഡക്ഷൻ കുക്കറാണ്. എൻ്റെ മോഡൽ നമ്പർ PIC 2.0 V2. അതാണിത് മോഡല്. ഇത് ഓൺ ആവുന്നില്ല എന്ന് പറഞ്ഞൊരു കംപ്ലൈൻ്റാണ് നമ്മുടെ കിട്ടിയത്. ഡെഡാണ്. ഒന്ന് പവർ കണക്ട് ചെയ്ത് നോക്കാം. ലൈറ്റൊന്നും കത്തുന്നില്ല, ഡെഡാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ലേറ്റസ്റ്റ് വീഡിയോകൾ കാണുന്നതിനായി ബെൽ ബട്ടണും അമർത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇപ്പം ഞാനിത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബോർഡ് മാത്രമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് മീറ്റർ വെച്ചിട്ട് ആദ്യം നമുക്ക് ബസ് മോഡ് ഇട്ടിട്ട് അതിൻ്റെ ഫ്യൂസ് പോയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ആദ്യം ഫ്യൂസാണ് ചെക്ക് ചെയ്യേണ്ടത്. കണ്ടിന്യൂറ്റി മോഡിൽ ഇട്ടിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഫ്യൂസ്. ബസർ ചെയ്യുന്നുണ്ട്. ഫ്യൂസ് ഓക്കെയാണ്. ഇനി നമുക്ക് സീരിയലിൽ കൊടുത്തിട്ട് വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ DC മോഡിൽ ഇട്ടിട്ടുണ്ട്. 600 സെറ്റ് ചെയ്തിട്ടുണ്ട്. മീറ്ററിൻ്റെ ഗ്രൗണ്ട് ഞാനിവിടെ സോൾഡർ ചെയ്ത് വേറൊരു വയറിട്ട് സോൾഡർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്, ചെക്ക് ചെയ്യാൻ എളുപ്പമുണ്ട്. നമുക്ക് ഓൺ ചെയ്ത വോൾട്ടേജ് നോക്കാം. ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്. പ്ലസ് വോൾട്ടാണ്. 306 വോൾട്ട്. ഓക്കെയാണ്. 306 വോൾട്ട് ഇവിടെ വന്ന് ഒരു കോയിൽ വഴി ഇവിടെ വരും. ഓക്കെ. ഇവിടെ വന്നിട്ട് ഇതിന്ന് ഇവിടെ 310 ഈ മെയിൻ കോയിൽ വഴി IGBT-ലോട്ട് വരും. ഓക്കെ. അപ്പോൾ IGBT വരെ വോൾട്ടേജ് ഓക്കെയാണ്. അപ്പോൾ ഈ ബോർഡിൻ്റെ വർക്കിംഗ് വോൾട്ടേജാണ് പ്രശ്നം. ഇവിടെ ഒരു വൈപ്പർ 12 IC ഉണ്ട്. വൈപ്പർ 12 അതാണ് ഇതിന് വേണ്ടുന്ന 5 വോൾട്ട് ഫാനിൻ്റെ വോൾട്ട് ഇതെല്ലാം കൊടുക്കുന്നത് ഈ വൈപ്പർ 12 IC-യാണ്. അപ്പോൾ ഈ IC-ക്ക് വോൾട്ടേജ് വരുന്നത് ഇപ്പോൾ ഈ AC-ന്ന് ഇവിടുന്നൊരു ഡയോഡ്, ഇവിടുന്നൊരു ഡയോഡ്, 2 ഡയോഡ് ഇട്ടിട്ടാണ് 208 വോൾട്ട് ഇവിടെ ഓക്കെ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഒരു 22 ohms റെസിസ്റ്റൻസ് ഇവിടേക്ക് ഇട്ടിട്ടുണ്ട്. അത് വന്നിട്ട് ഈ കപ്പാസിറ്റർ വന്നിട്ടാണ്, ഇതൊരു ഫിൽറ്ററാണ്. 4.7 450 ഫിൽറ്റർ ഇട്ടാണ് IC-ക്ക് സപ്ലൈ പോകുന്നത്. ഈ SN ട്രാൻസ്ഫോമറിൽ വന്ന് അത് കഴിഞ്ഞ് IC-ക്ക് പോകും. അപ്പോൾ ഇവിടെ വോൾട്ടേജ് 10 വോൾട്ട് ആണ് കാണിക്കുന്നത്. ഇവിടെ ഈ 10 വോൾട്ട് വന്നാൽ പോരാ, ആ 22 ohms ഇട്ട 206 വോൾട്ടാണ് അവിടെ വരേണ്ടത്. അതവിടെ വരുന്നില്ല. നമുക്ക് ആദ്യം ആ 22 ohms റെസിസ്റ്റൻസ് ചെക്ക് ചെയ്ത് നോക്കാം. മീറ്റർ ഞാൻ കണ്ടിന്യൂറ്റി മോഡിൽ ഓംസ് ചെക്ക് ചെയ്യാനായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. ഓംസ് ഒന്നും ഷോ ചെയ്യുന്നില്ല, കണ്ടിന്യൂറ്റി ഒന്നും കാണിച്ചില്ല. ആ റെസിസ്റ്റൻസ് കംപ്ലൈൻ്റ് ആണ്. നമുക്ക് നോക്കാം. $22 ohms റെസിസ്റ്റൻസ് ബേൺ ആയിട്ടുണ്ട്. 22 ohms റെസിസ്റ്റൻസ് ബേൺ ആയിട്ടുണ്ട്. നമുക്കൊന്ന് മാറ്റിയിട്ട് നോക്കാം. ഇതാണ് 22 ohms റെസിസ്റ്റൻസ്. ഇപ്പം ഞാൻ പുതിയൊരു 22 ohms റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് മേലിൽ കൂടെ ഒന്ന് സോൾഡർ ചെയ്ത് നോക്കാം ഓൺ ആവുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇൻഡക്ഷൻ ഓൺ ആയിട്ടുണ്ട്. ഞാൻ ഇളക്കി എടുക്കുകയാണ്.
നേരെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അത് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇളക്കിയതാണ്. ഇങ്ങനെ കംപ്ലൈൻറ്റ് വരുമ്പോൾ നമ്മളൊരു കാര്യം ചെയ്യണം. അതിനോടൊപ്പം തന്നെ ഈ 2 ഇൻപുട്ട് ഡയോഡ് ഉണ്ടല്ലോ, ഈ 2 ഇൻപുട്ട് ഡയോഡ്, ഒന്നിത് AC നിന്ന് ഇട്ടേക്കുന്ന 2 ഡയോഡുകൾ, ഈ 2 ഡയോഡ് കൂടെ ഇതിൻ്റെ കൂടെ മാറി കൊടുക്കണം. ഈ ഡയോഡ് ഇത് ഒന്നിത് ഈ 2 ഡയോഡും നമ്മൾ മാറ്റി കൊടുക്കണം. കാര്യം അല്ലെങ്കിൽ ചിലപ്പോൾ ഈ കംപ്ലൈൻറ്റ് റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈ ഡയോഡ് വീക്കാകുമ്പോൾ ഈ IC ഒന്നും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഡയോഡിന് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഈ കംപ്ലൈൻറ്റ് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ഇതോടൊപ്പം തന്നെ ഈ 4007 ഡയോഡും കൂടെ മാറണം. അതോടൊപ്പം നമ്മുടെ 22 ohmsൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്ന ഒരു ഡയോഡ് കൂടെ ഞാൻ മാറിയിട്ടുണ്ട്. ഇത് മാറ്റിയിട്ടിട്ടുണ്ട്. 22 ohms റെസിസ്റ്റൻസ് ഇടുന്നു. 22 ohms റെസിസ്റ്റൻസ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഓണായിട്ടുണ്ട്. നമുക്ക് സെറ്റ് ചെയ്ത് വെള്ളം ചൂടാക്കി നോക്കാം. നമ്മളത് ടിന്നറിലൊന്ന് വാഷ് ചെയ്ത് വിടുന്നത് നല്ലതാണ്. ബോർഡ് വാഷ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സെറ്റ് ചെയ്ത്, ഇപ്പോൾ ഇൻഡക്ഷൻ കുക്കറി അടച്ച് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഓൺ ചെയ്യാം. ഓൺ ചെയ്ത് നോക്കാം. E0 പാത്രം വെച്ചിട്ടില്ല, അതാണ്. പാത്രം ഞാൻ വെച്ചു. ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ വെള്ളം ചൂടായിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.